ചേച്ചി നമസ്കാരം. 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 രതീഷ് ചേട്ടന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഔട്ടാലൂറി അല്ലേ വരികയാണ്. എങ്ങനെയുണ്ട് ചേച്ചി പെർഫോമൻസ്? എങ്ങനെയുണ്ട് ചേട്ടൻ്റെ പെർഫോമൻസ്? നന്നായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുഴപ്പമുണ്ടായിരുന്നു. നല്ല ഗെയിം തന്നെയായിരുന്നു കണ്ണടൻ്റെ. അല്ല, ഈ പെട്ടെന്നുള്ള പുറത്താൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, പെട്ടെന്നുള്ള പുറത്താവല് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണേട്ടൻ തന്നെ അതിൽ പറഞ്ഞല്ലോ, കണ്ണേട്ടൻ കളിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ശരിയായ രീതിയിലായിരുന്നില്ല. അത് പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മാറ്റിപ്പിടിക്കലാണല്ലോ ചിലപ്പോൾ. അല്ല, ചേട്ടൻ അതിനകത്ത് ഒരുപാട് സമയത്ത് സെന്റിമെന്റായിട്ട് കരയണ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടാ ചേച്ചിക്ക്? എങ്ങനെയായിരുന്നു ചേട്ടൻ കരയണ സമയത്തൊക്കെ? എന്തായിരുന്നു അങ്ങനെ കരയണ കണ്ടപ്പോൾ കുറച്ച് വിഷമായി. പിന്നെ അത് ഗെയിമാണല്ലോ, ഗെയിമിൻ്റെ ഭാഗമാണല്ലോ എന്ന് കരുതി പിന്നെ ഓക്കെ. പക്ഷേ ഈ ചേട്ടനെ ഈ കയറിയ ആ സമയത്ത് മുതൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരുടെ അടുത്തും അടി പിടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ലാസ്റ്റ് ചേട്ടൻ പറയണ്ടായി ചേട്ടൻ ഇങ്ങനത്തെ ആളല്ല. ഇല്ല, ഒരിക്കലും ഇങ്ങനത്തെ ഒരാളല്ല. ആളെന്ന് പറയുന്നത് എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഗെയിം ആൾക്ക് തോന്നിയിട്ടുണ്ടാകും. അവിടെ ചെന്നപ്പോൾ ഗെയിം കളിക്കേണ്ട രീതി ഇങ്ങനെയാണെന്ന് തോന്നിയപ്പോൾ ആളങ്ങനെ കളിച്ചതായിരിക്കും. പിന്നീട് ഇപ്പോൾ തിരിച്ചു പോരുമ്പോൾ ആൾക്ക് മനസ്സിലായി ഇതല്ലാന്ന് തോന്നിയതായിരിക്കും. ആരെങ്കിലും അനുകരിക്കണ പോലെ തോന്നിയോ? ഇല്ല, അങ്ങനെ ആരും അനുകരിക്കുന്ന പോലെ തോന്നിയിട്ടില്ല. അങ്ങനെ ചേട്ടൻ നേരത്തെ ഗെയിമൊക്കെ കണ്ടിട്ടാണ് പോയത്? ഇല്ല, ഞങ്ങൾ ഗെയിം ഇതിനു വേണ്ടി കണ്ടതല്ല. സീസൺ 1 തൊട്ട് നമ്മൾ 5 വരെ മുടങ്ങാതെ കാണുന്നത്. നമ്മൾ ബിഗ് ബോസിൽ ഭയങ്കര ഒരു ഫാൻസ് ആയിരുന്നു. ആളെക്കാളും ഫാൻസ് കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വോട്ട് സപ്പോർട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഇപ്പോഴും ഡിസർവ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗെയിം കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കണ്ടത് അല്ലേ, അതിപ്പോൾ 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. 1 വീക്ക് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയുള്ളൂ. കണ്ണാട്ടന് മുമ്പേ തന്നെ കണ്ണാട്ടൻ്റെ ഗെയിം തുടങ്ങി. ബാക്കി എല്ലാവരും കളിച്ച് വരുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരാൾ പുറത്തായപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ ഗെയിം ആകുമ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല, എല്ലാവരും ഇങ്ങനെ നിൽക്കണം എന്നൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പോൾ ഈ പുറത്തായ സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ചേട്ടനല്ല പുറത്താവേണ്ട, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ ഈ ഫാമിലി ഫ്രണ്ട്സൊക്കെ? അവരെല്ലാവരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണട തന്നെ പറയണ്ടായിരുന്നല്ലോ, ഗെയിം ആകുമ്പോൾ കണ്ണട ഗെയിം കുറച്ചൊന്ന് പാളിപ്പോയി, ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അതിപ്പോൾ ചേട്ടൻ്റെ പ്രസ്താവനകൾ രണ്ടെണ്ണമുണ്ട്. അത് ശരിക്കും എല്ലാവർക്കും ബാധിക്കാവുന്ന അത് അങ്ങനത്തെ എന്തെങ്കിലും പ്രസ്താവന കൊണ്ടാണോ പുറത്തായെന്ന് സംശയമുണ്ടോ? ഇല്ല, അങ്ങനത്തെ സംശയമൊന്നുമില്ല. പറയുകയുണ്ടായി, മറ്റൊരു സ്ത്രീ വന്ന് എന്നെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാളൊന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണോ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ കൂടുതലൊന്നും. ചേട്ടൻ പുറത്തിറങ്ങിയ ശേഷം വിളിച്ചായിരുന്നു? വിളിച്ചിരുന്നു. ആളോക്കെയാണ്. എന്താണ് പറഞ്ഞത്? ഓക്കെയാണ്, ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കണ്ടപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആരാണ് അടുത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന? സപ്പോർട്ട് ചെയ്യണത് ആരാന്ന് വെച്ചാൽ ജിൻഡോനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജിൻഡോ കുറച്ചും കൂടി നിൽക്കണം എന്നുണ്ട്. കോംബോ ഭയങ്കര ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കോംബോ ആയിരുന്നു. ജയിലിലൊക്കെ കോംബോ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ആളെ കോംബോ ആയിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോഴും സങ്കടം വന്നു ജിൻഡോ കരയണ കണ്ടപ്പോൾ. അതിലൊക്കെ ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ പ്രണയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി അത് കാണുമ്പോൾ അത് ശരിക്കും റിയൽ പ്രണയമാണ് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നില്ല, അതെനിക്ക് അറിയില്ല. അതിപ്പോൾ അവരുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഫീലിങ്സ് അവർക്കല്ലേ പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.